കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്താ അമ്മ ഈ നരകം എന്ന് പറഞ്ഞാൽ? നമ്മൾ തെറ്റ് ചെയ്ത നരകത്തിൽ പോകുമോ? 14 ലോകങ്ങളിൽ ഒരു ലോകമാണ് ഭൂലോകം. ഭൂലോകത്തിനും അധല ലോകത്തിനും ഇടയിൽ പിതൃലോകം എന്നൊരു ലോകമുണ്ട്. യമധർമ്മനാണ് പിതൃലോകത്തിൻ്റെ അധിപൻ. അദ്ദേഹം അവിടെ ഇരുന്ന് യമധർമ്മൻ്റെ കിങ്കരന്മാർ കൊണ്ടുവരുന്ന ജന്തുക്കൾക്കെല്ലാം അവരവർ ചെയ്ത പാപപുണ്യങ്ങൾ കണക്കാക്കി ശരിയായ ശിക്ഷ കൽപ്പിക്കുന്നു. ഇങ്ങനെ ശിക്ഷ കൽപ്പിക്കുമ്പോൾ ഈ ശിക്ഷ ലഭിക്കുന്നത് നരകങ്ങളിൽ വെച്ചാണ്. വിഷ്ണു പുരാണത്തിലും ദേവി ഭാഗവതത്തിലും 28 നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പാപപുണ്യങ്ങളെ തിട്ടപ്പെടുത്തി അതിന് ശരിയായ ശിക്ഷ നിശ്ചയിക്കുന്നതിനല്ലാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്താനൊന്നും യമധർമ്മന് സാധിക്കുകയില്ല. തെറ്റു ചെയ്തവരെ തെറ്റിൻ്റെ സ്വഭാവമനുസരിച്ച് യമധർമ്മൻ പല നരകങ്ങളിലേക്കായി അയക്കുന്നു. നരകപ്രാപ്തിക്ക് ഹേതുവായിട്ടുള്ള പാതകങ്ങളുണ്ട്, അതായത് പാപങ്ങളുണ്ട്. ഇങ്ങനെ 9 തരത്തിലുള്ള പാതകങ്ങളാണുള്ളത്. അതിനെ അതിപാതകം, മഹാപാതകം, ഉപപാതകം, അനുപാതകം, ഇങ്ങനെ പലതരത്തിലുള്ള പാതകങ്ങൾ നരകഹേതുവായി തീരുന്നുണ്ട്. 28 നരകങ്ങളിൽ 7 നരകങ്ങളെ പറ്റി ഇന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ നരകമാണ് താമിശ്രം. ഈ നരകത്തിൽ എത്തിപ്പെടുന്നത് എങ്ങനെയുള്ളവരാണെന്നോ? അന്യരുടെ സമ്പത്ത്, ഭാര്യ, കുട്ടികൾ ഇവരെയൊക്കെ കൈക്കലാക്കുന്നവരാണ് മരണശേഷം താമിശ്രത്തിൽ എത്തപ്പെടുന്നത്. ഇവിടുത്തെ ശിക്ഷാരീതി എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെയുള്ള പാപം ചെയ്തവരെ ഒരു കയറ് കൊണ്ട് വലിഞ്ഞു മുറുക്കി യമകിങ്കരന്മാർ വടി കൊണ്ട് നിരന്തരമായി അടിക്കും. വേദന സഹിക്കവയ്യാതെ അബോധാവസ്ഥയിലായി പോകും ഇവർ. ബോധം തെളിഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങുമ്പോൾ വീണ്ടും യമകിങ്കരന്മാർ ഇവരെ പിടികൂടുകയും വീണ്ടും അടി തുടരുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ നരകമാണ് അന്ധതാമിശ്രം. ഭർത്താവിന് ഭക്ഷണം നൽകാതെ കഴിക്കുന്ന ഭാര്യ, ഭാര്യയ്ക്ക് നൽകാതെ ഭക്ഷണം കഴിക്കുന്ന ഭർത്താവ്, ഇങ്ങനെയുള്ളവരാണ് അന്ധതാമിശ്രത്തിൽ എത്തിപ്പെടുന്നത്. ഈ നരകത്തിൽ എത്തിപ്പെടുന്ന കുറ്റവാളികളെ കാലപാശം കൊണ്ട് കെട്ടിയിടും. വേദന സഹിക്കവയ്യാതെ ഈ കുറ്റവാളികൾ തളർന്നു വീഴുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ നരകമാണ് രൗരവം. പരജീവികളെ ദ്രോഹിക്കുന്നവരാണ് രൗരവം എന്ന നരകത്തിൽ എത്തിപ്പെടുന്നത്. ഈ സമയം ഈ കുറ്റവാളികൾ ഉപദ്രവിച്ച ജീവികൾ ഇവരോട് പ്രതികാരം ചെയ്യുവാനായി ഈ നരകത്തിലേക്കെത്തും. രുരുക്കൾ ധരിച്ചായിരിക്കും ഇവിടെ കുറ്റവാളികളെ പീഡിപ്പിക്കാനായി എത്തുന്നത്. രുരുക്കൾ ഏറിയത് കൊണ്ട് തന്നെയാണ് ഈ നരകത്തിനെ രൗരവം എന്ന് വിളിക്കുന്നത്. അടുത്ത നരകമാണ് മഹാരൗരവം. ഈ നരകത്തിൽ രുരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മഹാസർപ്പങ്ങളാണ് കുറ്റവാളികൾക്കായി കാത്തിരിക്കുന്നത്. ഈ മഹാസർപ്പങ്ങൾ കുറ്റവാളികളെ വരിഞ്ഞു മുറുക്കി മൃഗീയമായി ശിക്ഷിച്ചു കൊണ്ടിരിക്കും. സ്വത്തിൻ്റെ അവകാശം അർഹതപ്പെട്ടവർക്ക് നൽകാതെ സ്വയം അനുഭവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള നരകത്തിലേക്ക് എത്തപ്പെടുന്നത്. അഞ്ചാമത്തെ നരകമാണ് കുംഭിഭാഗം. പക്ഷി മൃഗാദികളെ കൊന്നു തിന്നുന്നവർക്കായിട്ടുള്ള നരകമാണ് കുംഭിഭാഗം. ഇവിടെ വലിയ പാത്രത്തിൽ എണ്ണ തിളച്ചിട്ടിരിക്കും. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ യമകിങ്കരന്മാർ കുറ്റവാളികളെ മുക്കുന്നു. കുറെ കഴിഞ്ഞ ശേഷം വീണ്ടും അവരെ പൊക്കിയെടുക്കും. ഈ കുറ്റവാളികൾ കൊന്നു ഭക്ഷിച്ച ജന്തുക്കൾക്ക് എത്ര രോമമുണ്ടായിരുന്നുവോ അത്രയും വർഷം ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. ആറാമത്തെ നരകമാണ് കാലസൂത്രം. അച്ഛനമ്മമാരെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്തവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നരകമാണ് കാലസൂത്രം. സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും ഈ കാലസൂത്രത്തിൽ ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ചൂടിൽ കൂടി ഓടിക്കുന്നത് മൂലം പാപികൾ ക്ഷീണിച്ചു വീഴുന്നു. അടുത്ത നരകത്തിൻ്റെ പേരാണ് അസിതപത്രം. ഈ നരകത്തിലെ ശിക്ഷാവിധി എങ്ങനെയാണെന്നോ? ഇവിടെ പാപികളെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ് ചെയ്യുക. അതും ഓടിച്ചിട്ടാണ് അടിക്കുക. അടിയുടെ വേദന സഹിക്കവയ്യാതെ പാപികൾ ഓടിക്കൊണ്ടേയിരിക്കും. ഈ ഓടുന്നതിനിടയിൽ കല്ലിലും മുള്ളിലും ഒക്കെ തട്ടി കമിഴ്ന്നു വീഴും. ഈ സമയം യമകിങ്കരന്മാർ അത്തരക്കാരെ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കും. ഇവരുടെ പീഡനത്താൽ വേദന സഹിക്കാതെ നമ്മൾ ബോധം കെട്ടു വീഴും. ബോധം തെളിഞ്ഞു വന്നാലും വീണ്ടും അടിയോടടി തന്നെ.
സ്വന്തം ധർമ്മം പാലിക്കാതെ അപരൻ്റെ ധർമ്മം സ്വീകരിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള നരകത്തിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി അടുത്ത നരകങ്ങളെപ്പറ്റി അമ്മ നാളെ പറഞ്ഞു തരാം.